മുഹമ്മദ് നബിക്കെതിരായ ധാരാളം ആക്രമണങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇന്ത്യയിൽ വിശേഷിച്ചും പുതിയ പശ്ചാത്തലത്തിൽ നബിയെ കറുത്ത ചായത്തിൽ വരയ്ക്കാനുള്ള ഒരുപാട് ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളുടെ ഭാഗമായി നൂപുർ ശർമ്മയുടെ ഒരു നബി നിന്നയോടുള്ള, നബിയെ മോശമായി ചിത്രീകരിച്ച നൂപുർ ശർമ്മയുടെ പ്രവൃത്തിയോടുള്ള ഒരു സർഗാത്മക പ്രതിഷേധം എന്ന നിലയിൽ നടക്കുന്ന 700ഓളം അമഹബ ട്വീറ്റുകളുടെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഈ സംഭാഷണത്തിന് എത്തിച്ചേർന്നിട്ടുള്ളത്. അത് തീർച്ചയായും ഒരു സാമൂഹ്യ ദൗത്യം തന്നെയാണ്. മുഹമ്മദ് നബി എന്ന പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവൃത്തിയോട് നമ്മൾ പ്രതിഷേധിക്കുന്നത് വളരെ സർഗാത്മകമായി മുഹമ്മദ് നബിയുടെ മേന്മ, മുഹമ്മദ് നബിയുടെ മഹത്വം അത് ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഒരു സംവേദനങ്ങളാണ് ഇവിടെ ഈ സീരീസിലൂടെ നടക്കുന്നത്. മുഹമ്മദ് നബിയെപ്പറ്റി 2 പുസ്തകങ്ങളാണ് ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വഹബി ഇസ്മായിൽ എന്ന് പറഞ്ഞ ആളെഴുതിയ ഒരു പുസ്തകമുണ്ട്. ആദ്യം പറഞ്ഞ പുസ്തകങ്ങൾ 2 ഉള്ളത്, ഒന്ന് ആൻ മേരി ഷിമ്മലിൻ്റെ ആൻ മുഹമ്മദീസ്ത മെസ്സഞ്ചർ എന്ന് പറഞ്ഞ പുസ്തകം, മറ്റേത് കെറൻ ആംസ്ട്രോങ്ങിൻ്റെ മുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകം. ഈ 2 തലത്തിൽ ഉള്ള പുസ്തകങ്ങളാണ്. 2 തലത്തിലെന്ന് പറഞ്ഞാൽ ഷിമ്മലിൻ്റെ പുസ്തകം ഒരു ആത്മീയ പാതയിലൂടെയുള്ളൊരു സഞ്ചാരമാണ്. കെറൻ ആംസ്ട്രോങ്ങിൻ്റെ പുസ്തകം നബിയെ ഒരു സോഷ്യോളജിക്കൽ ആംഗിളിൽ, ഒരു സാമൂഹ്യ ശാസ്ത്രപരമായ ആംഗിളിൽ നബിയെ മറ്റൊരു രീതിയിൽ കാണുന്ന പുസ്തകമാണ്. ഈ 2 പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനും 2 എക്സ്പീരിയൻസുകളാണത്. ശരിക്കും ഷിമ്മലിൻ്റെ പുസ്തകത്തിൽ നബിയെ ഒരു വളരെ ഭൗതികാതീതമായ ഒരു പശ്ചാത്തലത്തിൽ, നബിയെ ഒരു ആത്മീയ തലത്തിൽ നോക്കിക്കാണുന്ന പുസ്തകമാണ്. അപ്പോൾ ഷിമ്മലിനെ പോലെ ഒരു സൂഫി പാതയിലൂടെ അല്ലെങ്കിൽ ഒരു തരീക്കത്തിൻ്റെ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരാളുടെ പുസ്തകത്തിൻ്റെ ഒരു സ്വഭാവം അല്ല ഉണ്ടാവുക കെറൻ ആംസ്ട്രോങ്ങിൻ്റെ പുസ്തകത്തിന്. അപ്പോൾ ഷിമ്മലിൻ്റെ പുസ്തകം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നബിയെ നമ്മൾ കാണുന്ന രീതിയിലല്ല നമ്മൾ കെറൻ ആംസ്ട്രോങ്ങിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. ഇപ്പോൾ പരിഭാഷയിലുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ മുഹമ്മദ് എന്നുള്ള മാത്രം സംബോധന ചെയ്യുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ വെസ്റ്റേൺ ഓതേഴ്സ്, പടിഞ്ഞാറൻ ചിന്തകരൊക്കെ, പടിഞ്ഞാറൻ എഴുത്തുകാരൊക്കെ കാണുക. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് വളരെ ഭവ്യതയോടുകൂടി, വളരെ ആദരവോടുകൂടി, വളരെ പോരിശയാക്കപ്പെട്ട ഒരാളെന്ന നിലക്കാണ് ഷിമ്മൽ കാണുന്നത്. അപ്പോൾ നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ അദ്ദേഹം എന്ന് എഴുതുന്നത് ഒരു പ്രശ്നമാണ്. അദ്ദേഹം എന്ന് നമ്മൾ എഴുതിയാലും അത് യഥാർത്ഥത്തിൽ നബിയെക്കുറിച്ചുള്ള ഒരു സാധാരണ മുസ്ലിമിൻ്റെ, ഒരു ശരാശരി മുസ്ലിമിൻ്റെ, ഭക്തനായൊരു മുസ്ലിമിൻ്റെ സങ്കല്പങ്ങൾക്കുള്ളിൽ ഈ അദ്ദേഹം എന്നുള്ള ഈ വാക്ക് ഒതുങ്ങി നിൽക്കില്ല. അവിടുന്ന് അപ്പോൾ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൂതർ എന്നല്ല, അള്ളാഹുവിൻ്റെ തിരുദൂതർ, തിരുമേനി. അങ്ങനെ നബിയെ കുറച്ചുകൂടി ഒരു ഉയർന്ന പ്രതലത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു എഴുത്താണ് സാധാരണ മുസ്ലിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കെറൻ ആംസ്ട്രോങ് നബിയെ അത്തരം യാതൊരു വൈകാരിക ഭാവങ്ങളുമില്ലാതെ നബിയെ മറ്റൊരർത്ഥത്തിലാണ് കാണുന്നത്. ഇത് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ സാമാന്യ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ചിന്തകൾക്ക് അല്ലെങ്കിൽ അവരുടെ നബി സങ്കല്പങ്ങൾക്ക് അതീതമാണ്. അതാണ് ഈ വിവർത്തനത്തിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസിയായ മുസ്ലിം എന്നുള്ള നിലക്ക് ഈ വിവർത്തനത്തിൽ ഒറിജിനൽ കൃതിയിലുള്ള ഒരു നബി ആയിക്കൊള്ളണമെന്നില്ല സാധാരണഗതിയിൽ നമ്മുടെ ഒരു മലയാളിയായ ഒരു വായനക്കാരന്, ഒരു മുസ്ലിം വായനക്കാരന് ഉണ്ടാവുന്നത്. അപ്പം അത് ഈ പരിഭാഷയിൽ ഒരു വലിയ യഥാർത്ഥത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒറിജിനലായി നമ്മൾ ആ എഴുത്തുകാരൻ അല്ലെങ്കിൽ ആ എഴുത്തുകാരി എഴുതുന്നതും നമ്മുടെ മുസ്ലിം വായനക്കാർക്ക് വേണ്ടതും അത് തമ്മിലുള്ളൊരു ബാലൻസിങ്, അതാണ് കാര്യമായ ഒരു പ്രശ്നം, വിവർത്തനത്തിലുള്ളൊരു പ്രശ്നം. പിന്നെ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പറ്റി എഴുതിയ ഒരുപാട് പ്രശസ്ത കൃതികൾ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഹൈക്കലിൻ്റെ പുസ്തകം വന്നിട്ടുണ്ട്, മാർട്ടിൻ ലിങ്സൻ്റെ വന്നിട്ടുണ്ട്, ഷിമ്മലിൻ്റെ വന്നിട്ടുണ്ട്.
ഈ പുസ്തകങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ നബിയുടെ ഒരു പാശ്ചാത്യമായ ഭിന്ന രുചികളെ പ്രതിനിധാനം ചെയ്യുന്ന പുസ്തകങ്ങളാണ്. പിന്നെ നബിയെ പറ്റിയുള്ള ഒരുപാട് ലേഖനങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പം മലയാളത്തിലുള്ള നബി എഴുത്തിൽ വലിയ ഒരു ഭാഗവും ഇംഗ്ലീഷിൽ നിന്നുള്ള പുസ്തകങ്ങളാണ്. പിന്നെ അറബിയിൽ നിന്നും ഉറുദുവിൽ നിന്നൊക്കെയുള്ള പുസ്തകങ്ങളുണ്ടാവും. അപ്പം മുഹമ്മദ് നബി എന്നൊരു പ്രവാചകനെ യഥാർത്ഥത്തിലും മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ തന്നെ വലിയൊരു പങ്ക് വഹിച്ചത് ഇംഗ്ലീഷിൽ നിന്ന് അറബിയിൽ നിന്നൊക്കെയുള്ള പുസ്തകങ്ങളാണ്. ഹൈക്കലിൻ്റെ ഒക്കെ മൗലികമായിട്ട് അറബിയിലാണ് എന്ന് തോന്നുന്നു. ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ വിവർത്തനത്തിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അധികവും എഴുതിയത് ഇസ്ലാമിനെ പറ്റി പഠിച്ചറിഞ്ഞ നമ്മുടെ പാശ്ചാത്യരായ എഴുത്തുകാരാണ്. നേരിട്ട് നബിയുടെ ജീവിതമെന്ന് പറഞ്ഞുകൂടെങ്കിലും നബിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ധാരാളം പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഞാൻ തന്നെ പരിഭാഷപ്പെടുത്തിയ ഇസ്ലാം ആൻഡ് ഡെസ്റ്റിനി ഓഫ് മാൻ എന്ന പുസ്തകത്തിൽ, അല്ലെങ്കിൽ മുഹമ്മദ് അസദിൻ്റെ പല പുസ്തകങ്ങളിലൊക്കെ നബി ഒരു അപാര സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളിലൂടെ നബിയെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു പാശ്ചാത്യമായ ഒരു വീക്ഷണകോണിൻ്റെ ഒരു പ്രതിഫലനം അതിലുണ്ടാവും. അതിനെ എങ്ങനെ മലയാളികളായ ഭക്തരായ സാധാരണ മുസ്ലിം വിശ്വാസികളുടെ വീക്ഷണവുമായി യോജിപ്പിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥത്തിലൊരു വിവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് തോന്നുന്നുണ്ട്. മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിയുടെ ജീവിതം 100% ഈ രേഖീകരിക്കപ്പെട്ടതാണ്. അതായത് എല്ലാം റെക്കോർഡ് ചെയ്ത ഒരാളാണ് നബി. നബി എങ്ങനെ നടന്നു, എങ്ങനെ ചിരിച്ചു, വസ്ത്രം ധരിച്ചു, എങ്ങനെ പെരുമാറി, ഭാര്യയോട് എങ്ങനെ പെരുമാറി, കുട്ടികളോട് എങ്ങനെ പെരുമാറി, യുദ്ധത്തിൽ എന്ത് ചെയ്തു, അങ്ങനെ നബിയുടെ ജീവിതം യഥാർത്ഥത്തിൽ ഈ സീറകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെട്ട ഒരു ചരിത്രമാണ് നബിയുടെ ജീവിതം. ആ അർത്ഥത്തിൽ വളരെയധികം വിവാദപരമായ ആലേഖനങ്ങളുള്ള ഒരാൾ കൂടിയാണ്. അതായത് നബിയെ ശരിക്കും ഒരു ഐതിഹാസിക കഥാപാത്രം പോലൊരു കഥാപാത്രം, നോവലിലോ കഥയിലോ ഒക്കെ ഉള്ളൊരു കഥാപാത്രം നമുക്ക് കൃത്യമായി വിവരമില്ലാത്ത ഒരാൾ എന്ന രീതിയിലാണ്, ഒരു ചരിത്ര പുരുഷൻ എന്ന നിലയിലല്ല നബിയെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ ഇവിടെ ഉള്ളത്. അപ്പോൾ മുസ്ലിം എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നബിയെ പ്രകീർത്തിക്കുന്ന എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം, നബിയിലെ രാജ്യതന്ത്രജ്ഞനെയും നബിയിലെ സന്ദേശവാഹകനെയും അല്ലെങ്കിൽ നബിയിലെ പരിഷ്കർത്താവിനെയും ഒക്കെ ഉയർത്തിക്കാട്ടാനുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഒരു ഡിഫെൻസീവ് സൈഡിലാണ്, ഒരു പ്രതിരോധം ആണ് അവർക്ക് വേണ്ടത്. അതായത് അത് നബിയെക്കുറിച്ചുള്ള എല്ലാ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നബിയെ പ്രതിരോധിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നബിക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നിരന്തരമായിട്ടുണ്ടാകുമ്പോൾ ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടി നബിയെക്കുറിച്ച് എഴുതുന്ന ആളുകൾക്ക്, നബിയുടെ ദർശനങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നബിയെ നല്ല ചായത്തിൽ വരക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു യുദ്ധം നയിച്ചുകൊണ്ടാണ് അവരെഴുതേണ്ടി വരുന്നത്. കാരണം അത്രയധികം മാരകമായ ആക്രമണങ്ങളേറ്റാണ് മുഹമ്മദ് നബി എന്ന പ്രവാചകൻ ഈ ലോകത്ത് നിന്നത്. അതായത് ഭൗതികമായ യുദ്ധത്തിൽ മാത്രമല്ല, നബിക്കെതിരെ മെഹമ്മറ്റ് എന്നൊക്കെ പറഞ്ഞ് പണ്ടേ കാലത്ത് പറഞ്ഞ നബിയെ ഡെമണൈസ് ചെയ്ത് പൈശാചികവൽക്കരിക്കപ്പെട്ട ഒരു രൂപമായിട്ടാണ് നബി നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇംഗ്ലീഷിലായാലും ശരി, മലയാളത്തിലായാലും ശരി. ഇപ്പോൾ മലയാളത്തിൽ പഴയ കാലത്തൊക്കെ നബിക്കുന്നൊരു ആ പൊതുജീവിത മണ്ഡലത്തിലേക്കൊരു മാതൃകാ പുരുഷൻ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടേ ഇല്ല. ഇപ്പം മലയാള സാഹിത്യത്തിൽ മുസ്ലിങ്ങൾ പറ്റി തന്നെ പറയുന്നിടത്ത് ക്രൂരാ മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചുവന്നെഴും ഏറനാട്ടിലെന്നാണ് കുമാരനാശാൻ പറയുന്നത്. മുസ്ലിങ്ങളൊരു ക്രൂരതയുടെ പ്രതീകമായിട്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു അപരിഷ്കൃതത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെയാണ് കാണപ്പെട്ടിട്ടുള്ളത്. അതായത് രാക്ഷസന്മാരുടെ ഭാഷ ഒരു മുസ്ലിം ഭാഷയിലാണ് മലയാളത്തിലെ പഴയ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില പുസ്തകങ്ങളാണ് വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കൃതിയിൽ മുഹമ്മദിൻ സ്ഥൈര്യവും എന്നാണ് പറയുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ ഒരു ക്യാരക്ടറാണ് സ്ഥൈര്യം, സമചിത്തത. എൻ്റെ ഗുരുനാഥനിൽ ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ മുഹമ്മദിൻ സ്ഥൈര്യവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറച്ച് അതിന് പിന്നെ വള്ളത്തോൻ്റെ അള്ളാഹു എന്നുള്ള കവിത,
പിന്നെ പണ്ഡിറ്റ് കറുപ്പൻ, പത്മനാരാമൻ നന്നാർ തുടങ്ങിയവരുടെ ചില കവിതകൾ. അങ്ങനെ വളരെ കുറച്ച് കൃതികളിൽ മാത്രമേ മുഹമ്മദ് നബിയെ ഒരു ഉദാത്തനായ ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളൂ. പിന്നീട് ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ തന്നെ എഴുത്തിലുള്ള ഒരു പ്രധാന ഘടകം മുഹമ്മദ് നബിയെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. ബഷീറിൻ്റെ കൃതികളുടെ ഒരു അടിസ്ഥാന സ്വഭാവം ഇസ്ലാമിൻ്റെ ഒരു മാനവികമായ മുഖത്തെ പിന്നെ ഉയർത്തിക്കാട്ടുക എന്നൊരു ദൗത്യം കൂടി ബഷീറിൻ്റെ കൃതികളിലുണ്ട്. ഖുർആനികമായ സന്ദേശങ്ങൾ, മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ, ഇതൊക്കെ ബഷീർ കൃതികളിലുണ്ട്. അപ്പോൾ ഈ ബഷീറിനൊക്കെയുള്ള ഒരു ദൗത്യം തന്നെയായിരുന്നു മുഹമ്മദ് നബിയെ പ്രതിരോധിക്കുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നബിയെക്കുറിച്ചുള്ള എഴുത്ത് എപ്പോഴും ഒരു പ്രതിരോധ ശ്രമമാണ്. ഇപ്പോൾ വിവർത്തകൻ എന്ന നിലയിലും നമുക്ക് ആ അർത്ഥത്തിൽ ഈ ഞാൻ പറഞ്ഞ ഈ പുസ്തകങ്ങളൊക്കെ വിവർത്തനം ചെയ്യുമ്പോഴും മുഹമ്മദ് നബിയെ ഒരു ലോകചരിത്രത്തിൻ്റെ ഗതി നിർണയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നബിയെ ഉയർത്തിക്കാട്ടുക എന്നുള്ള ഒരു ശ്രമം, ഒരു പ്രതിരോധത്തിൻ്റെ അംശം ഈ എല്ലാ നബി ചരിത്രങ്ങളുടെ വിവർത്തനത്തിലുമുണ്ട്. ആ പ്രതിരോധമാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു വിവർത്തകൻ എന്ന നിലയിൽ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യുമ്പോൾ ഒരു അനുഭവം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. അത് മുഹമ്മദ് നബി എന്ന ആ വലിയ മനുഷ്യനെ, ചരിത്രത്തിൻ്റെ ഗതി നിർണയിച്ച മനുഷ്യനെ, ഒരു സമൂഹത്തിൻ്റെ നായകനായ മനുഷ്യനെ അതിൻ്റെ യഥാർത്ഥ ചിത്രത്തിൽ യഥാർത്ഥമായ രീതിയിൽ ചിത്രീകരിക്കുക എന്നുള്ളൊരു ദൗത്യത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിലാണ് മുഹമ്മദ് നബിയുടെ ജീവചരിത്രങ്ങളെ പരിഭാഷപ്പെടുത്തുമ്പോൾ ഞാനതിനെ കണ്ടിട്ടുള്ളത്. ആൻ മേരി ഷിമ്മലിൻ്റെ പുസ്തകം മറ്റൊരർത്ഥത്തിൽ അതിനെ നബിയെ ഒരു ആത്മീയ തലത്തിൽ കണ്ടുകൊണ്ട് മുഹമ്മദ് നബിയെ സാധാരണഗതിയിൽ ഒരു മനുഷ്യനായ ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഉയർത്തി മാറ്റി മറ്റൊരു ആത്മീയ തലത്തിൽ ഉയർത്തിക്കാണിക്കുന്ന ഒരു പുസ്തകമാണ്. സാധാരണഗതിയിൽ നബിയുടെ ശരീരം അല്ലെങ്കിൽ നബിയുടെ ഓരോ ശേഷിപ്പുകൾ, ഇതിനൊക്കെ തന്നെ മറ്റൊരർത്ഥത്തിൽ ഒരു ആത്മീയ തലത്തിൽ ഉയർത്തിക്കാണിക്കുന്ന ഒരു പുസ്തകമാണത്. അതിൻ്റെ പിന്നിലുള്ള താത്വിക സമീപനങ്ങൾ സാധാരണഗതിയിൽ പുതിയ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു നബി പഠനം ആഗ്രഹിക്കുന്ന ഒരാളെ തൃപ്തിപ്പെടുത്തുകയില്ല. പക്ഷേ കെറൻ ആംസ്ട്രോങ്ങിൻ്റെ പുസ്തകം മുഹമ്മദ് എന്ന പുസ്തകം, 2 പുസ്തകം അവരെഴുതിയിട്ടുണ്ട്. ഞാൻ പരിഭാഷപ്പെടുത്തിയ പുസ്തകം അത് യഥാർത്ഥത്തിൽ നബിയുടെ ജീവിതത്തെ അതിൻ്റെ ഒരു സാമൂഹ്യശാസ്ത്രപരമായ അപഗ്രഥനമാണ്. അത് ചിലപ്പോൾ നബിയെ വിമർശിക്കുന്ന രീതിയിലും കൂടിയുണ്ട്. നബിയുടെ ചില ചെയ്തികളെ വിമർശനാത്മകമായി നോക്കിക്കാണുന്ന ഒരു പുസ്തകമാണ്. എങ്കിലും നബി എന്ന വ്യക്തിയെ അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിലനിർത്തിക്കൊണ്ട് ആ പശ്ചാത്തലത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നോക്കിക്കാണാനുള്ള വളരെ ശക്തവും വളരെ ബാലൻസ്ഡായ വളരെ സമതുലിതവുമായ ഒരു ശ്രമമാണിത്. കെറൻ ആംസ്ട്രോങ്ങിൻ്റെ പുസ്തകം മുഹമ്മദ് നബിയെ വളരെ സമതുലിതമായി വളരെ ബാലൻസ്ഡായിട്ട് നോക്കിക്കണ്ട ഒരു പുസ്തകമാണ്. മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തെ പുതിയ കാല പശ്ചാത്തലത്തിൽ നമുക്ക് കുറച്ചുകൂടി ഒരു പുതിയ ലോകത്തിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണത്. ആ 2 പുസ്തകവും വിവർത്തനം ചെയ്യുന്ന 2 അനുഭവങ്ങളാണ്. ഈ 2 അനുഭവങ്ങളിലും നിന്നും നബി എന്നൊരു മുഹമ്മദ് നബിയെ ലോകത്തിൻ്റെ മുമ്പിൽ വളരെ തിളങ്ങുന്ന ഛായങ്ങളിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ച 2 പുസ്തകങ്ങളാണ് ഞാൻ വിവർത്തനം ചെയ്തിട്ടുള്ളത്. വഹബി ഇസ്മായിലിൻ്റെ പുസ്തകം കുട്ടികൾക്ക് നബിയുടെ ജീവിതം പറഞ്ഞു കൊടുക്കുന്ന കഥകളുടെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നൊരു പുസ്തകമാണ്. അതായത് കുറേ ദിവസങ്ങളിൽ 30 രാത്രികളിൽ ഫാത്തിമ എന്ന മകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടികൾക്ക് പറ്റിയൊരു പുസ്തകമാണ്. ആ പുസ്തകം ശരിക്കും ഞാൻ ബാലസാഹിത്യങ്ങളൊക്കെ 4-5 ബാലസാഹിത്യങ്ങളൊക്കെ എഴുതിയ ആൾ എന്ന നിലയ്ക്ക് ആ പുസ്തകത്തിൻ്റെ തർജ്ജമ മറ്റൊരർത്ഥത്തിലുള്ളൊരു സർഗാത്മകമായ വളരെ ക്രിയേറ്റീവായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. മുഹമ്മദ് നബിയെപ്പറ്റി നല്ല കുട്ടികൾക്ക് പറ്റിയ നല്ല പുസ്തകങ്ങൾ മലയാളത്തിലൊന്നും ഇല്ല. അതായത് കുട്ടികളുടെ ഭാവനയെ ഉദ്ദീപിക്കുന്ന തരത്തിൽ നബിയുടെ കാരുണ്യം, നബിയുടെ സ്നേഹം, കുട്ടികളുമായുള്ള നബിയുടെ തന്മയീഭാവം, നബിയുടെ തമാശകൾ, അതേപോലെ മുഹമ്മദ് നബിയെ പറ്റിയുള്ള കുട്ടി കവിതകൾ വളരെ കുറച്ചുണ്ട്. ഇപ്പോൾ സച്ചിദാനന്ദൻ്റെ പ്രവാചകനും ഉറുമ്പും വള്ളത്തോളുടെ അള്ളാഹു എന്നൊക്കെ പറഞ്ഞ കവിതകളൊക്കെ ഉണ്ട് എന്നല്ലാതെ ഈ നബിയെ ആ കുട്ടി കവിതകളിലൊന്നും നമുക്ക് അങ്ങനെ കുട്ടികളുടെ ഒരു നബി
നമ്മൾ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് കുട്ടികളുടെ നബിയെ പറ്റിയുള്ള ഒരു പുസ്തകങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വഹബി ഇസ്മായിലിൻ്റെ പുസ്തകം ശരിക്കും യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ആസ്വദിച്ച് വായിക്കാവുന്ന ഒരു നബി ചരിത്രമാണ്. അതും പരിഭാഷപ്പെടുത്താനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇനിയും നബിയുടെ നബിയെപ്പറ്റി കുറിച്ചുള്ള പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് ധാരാളം വരേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നബിയെക്കുറിച്ച് ധാരാളം എഴുതപ്പെടുന്നുണ്ട്. പല ആംഗിളുകളിലും പല വീക്ഷണകോണുകളിൽ നിന്ന് നബിയെ ഇന്ന് ലോകം കാണുന്നുണ്ട്. അത്തരം പുസ്തകങ്ങളൊക്കെ ഇനിയും വരണം. മാക്സിം റോഡിൻസൻ്റെ മുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആംഗിളിൽ നോക്കിയിട്ട് നബിയെ കാണുന്നൊരു പുസ്തകമാണ്. അത് മലയാളത്തിൽ വന്നിട്ടില്ല. അങ്ങനെ നബിയെക്കുറിച്ചുള്ള വിവിധ കോണുകളിൽ നിന്നുള്ള പുസ്തകങ്ങൾ ഇനിയും മലയാളത്തിൽ വരേണ്ടതുണ്ട്. മൗലികമായി തന്നെ മലയാളത്തിൽ നബിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വരേണ്ടതുണ്ട്. ഡോക്ടർ എൻ എം മുഹമ്മദ് അലിയുടെ മുഹമ്മദ് എന്ന മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അത് നബിയെ മനഃശാസ്ത്രപരമായി അവലോകനം ചെയ്തുകൊണ്ടുള്ള മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തൊരു പുസ്തകമാണ്. അത്തരം പുസ്തകങ്ങൾ കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് നബി എന്ന പ്രവാചകനെയും മുഹമ്മദ് നബി എന്ന മനുഷ്യനെയൊക്കെ നമുക്ക് കുറച്ചും കൂടി വിശുദ്ധമായും കുറച്ചും കൂടി സ്വയം സമർപ്പിതമായും സ്നേഹിക്കാൻ പോലും കഴിയുക. ഈ കാറ്റിനെ ഭേദിച്ച് പറക്കുമ്പോഴാണ് നമ്മൾ പരുന്തുകൾ കൂടുതൽ ഉയരത്തിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇത്തരം വിമർശനങ്ങളെയും എതിർപ്പുകളെയുമൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു മുഹമ്മദ് നബീനെ ഉയർത്തിക്കാട്ടാൻ ആണ് നമുക്ക്. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ പ്രവാചകൻ കുറച്ചും കൂടി സ്വീകാര്യനും കുറച്ചും കൂടി നമുക്ക് സ്നേഹസമ്പന്നനുമൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്നുണ്ട്. അതുപോലെ പക്ഷെ പലപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം എന്താ പറഞ്ഞാൽ നമ്മൾ നബിയെക്കുറിച്ചുള്ളൊരു നേരിയ വിമർശനങ്ങൾ കൂടി പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. അത് നമ്മളൊരു പ്രവാചക സ്നേഹം അത്രക്കും വലിയൊരു പ്രവാചക സ്നേഹമാണ് നമുക്കുള്ളത്. അപ്പോൾ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ളൊരു നേരിയ അതുകൊണ്ടാണ് പലപ്പോഴും മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വളരെ കുൽസിതവും ആസൂത്രിതവുമൊക്കെ ആണെങ്കിലും ചെറിയ വിമർശനങ്ങൾ പോലും വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മുഹമ്മദ് നബിയെയോ മുഹമ്മദ് നബിയുടെ ജീവിതത്തെയോ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ സർഗാത്മക കൃതികൾ, നോവലുകൾ, അതൊന്നും കഥകളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവുന്നില്ല. ഇപ്പം മലയാളത്തിൽ കെ.പി. രാമനുണ്ണിയുടെ ദൈവത്തിൻ്റെ പുസ്തകം മുഹമ്മദ് നബി അതിലൊരു കഥാപാത്രമാണ്. ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതേപോലെ കന്നഡയിൽ ബൊളുവാർ മുഹമ്മദ് കുഞ്ഞിൻ്റെ ഓതിരി എന്നൊരു പുസ്തകമുണ്ട് കന്നഡ ഭാഷയിൽ. അങ്ങനെ ചില പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ നമ്മുടെ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതുക എന്ന് പറയുന്നത് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമായ കാര്യമാണ്. ചെറിയ പാളിച്ചകൾ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇംഗ്ലീഷിലുള്ള പ്രൊഫറ്റ് ഓഫ് ദ ഡിസർട്ട് എന്ന് പറഞ്ഞ കെ.എൽ. ഗൗബയുടെ ഒരു പുസ്തകം മലയാളത്തിൽ ജമാൽ കൊച്ചങ്ങാടി പരിഭാഷപ്പെടുത്തിയതുണ്ട്. അത് നല്ല പുസ്തകമാണ്. അതേപോലെ ഈ ജമാൽ കൊച്ചങ്ങാടി തന്നെ സ്ഫടികം പോലെ എന്ന പേരിൽ നബി ജീവിതത്തെ ആസ്പദമാക്കി കുറച്ച് കഥകൾ എഴുതിയൊരു സമാഹാരം മലയാളത്തിലുണ്ട്. അതൊക്കെ നല്ല പുസ്തകമാണ്. സർഗാത്മകമായി നബിയെ നോക്കിക്കാണുന്ന പുസ്തകങ്ങളാണ്. പക്ഷേ അത്തരം പുസ്തകങ്ങൾ പോലും ഒരു പരിധിയിലപ്പുറം ഈ ഭാവനയ്ക്ക് ഒരു പരിമിതി കൊടുക്കുന്നുണ്ട്. അതായത് നബിയുടെ ജീവിതത്തിലെ സംഘർഷങ്ങൾ, അല്ലെങ്കിൽ ഈ നബിയുടെ ദാമ്പത്യ ജീവിതം, നബിയുടെ ഇതിലൊക്കെ നമുക്ക് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ ചിത്രീകരിക്കുമ്പോണ്ടാകുന്ന ഒരുപാട് പരിമിതികളുണ്ട് ചിത്രീകരിക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ഒരു സർഗാത്മക സാഹിത്യത്തിൽ നമ്മൾ വല്ലാതെ ഒന്നും മുഹമ്മദ് നബി പ്രത്യക്ഷപ്പെടുന്നില്ല. അതും ഒരു പരിമിതിയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ നമ്മളങ്ങനെ പ്രത്യക്ഷപ്പെടാൻ അനുവദിച്ചാൽ അത് നബി നിന്നയിലേക്ക് എത്തിപ്പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് ആസൂത്രിതമായി ഇസ്ലാമിനെതിരെയും ഒരു ഇസ്ലാമോഫോബിയൊക്കെ വളർന്നു വരുന്നൊരു കാലഘട്ടത്തിൽ ഈ നബിയെ പ്രതിരോധിച്ച് നിൽക്കേണ്ടതും ഒരു വിശ്വാസിയായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തമായി വരുന്ന ഒരവസ്ഥത്തിലാണ്. ഒരു സർഗാത്മക സാഹിത്യത്തിൽ മുഹമ്മദ് നബി അത്ര മലയാളത്തിലല്ല ഇംഗ്ലീഷിലും സർഗാത്മക സാഹിത്യത്തിലും മുഹമ്മദ് നബി അങ്ങനെയൊന്നും പ്രത്യക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. മുഹമ്മദ് നബിയെ നരകത്തിൽ കാണുന്ന ഡാൻ്റെയുടെ പുസ്തകമൊക്കെ ഉണ്ട് എന്നല്ലാതെ മുഹമ്മദ് നബിയെ ഒരു ചരിത്രപുരുഷൻ എന്ന നിലയിൽ കാണുക എന്നല്ലാതെ മുഹമ്മദ് നബിയെ ഒരു കഥാപാത്രം എന്ന നിലയിൽ കാണുന്ന സർഗാത്മക സാഹിത്യ രചനകളും കുറവാണ്. ഏതായാലും ഒരു നബി വിവർത്തകൻ എന്ന നിലയിൽ ആ വിവർത്തനം
ആ പ്രക്രിയ, വിവർത്തന പ്രക്രിയ, ഞാൻ ചെയ്ത ദൗത്യം, അത് പലതും ആകസ്മികമായി സംഭവിച്ചതാണ്. ആ ദൗത്യം മുഹമ്മദ് നബി എന്ന ഒരു മഹാനായ മനുഷ്യനെ, ഒരു യുഗ പരിഷ്കർത്താവിനെ മലയാളി വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിൽ അത് എന്നാലാവുന്ന രീതിയിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. മുഹമ്മദ് നബി എന്ന മനുഷ്യനെ ഞാൻ നോക്കിക്കണ്ടതല്ല, വളരെ അറിയപ്പെട്ട 1-2 എഴുത്തുകാർ മുഹമ്മദ് നബിയെ അവരുടെ കണ്ണിലൂടെ നോക്കിക്കണ്ടതിനെ ഞാനൊന്ന് നമ്മുടെ മലയാളികളുടെ നേരെ തിരിച്ചു കൊടുത്തു എന്നല്ലാതെ ഇതിലൊരു കാര്യമായൊരു ദൗത്യമോ സാഹിത്യ സേവനമോ അല്ലെങ്കിൽ ഒരു മതപരമായൊരു ഉത്തരവാദിത്വമൊന്നും അതിലുണ്ട് എന്ന് തോന്നുന്നില്ല. അത് ഈ പുസ്തകങ്ങൾ എന്നാലാവുന്ന എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, കാരണം എനിക്ക് അറബി അറിയില്ല, പലതും അറിയില്ല, ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് എന്നാലാവുന്ന രീതിയിൽ ചിത്രീകരിക്കാനും അത് ഒരു മനുഷ്യ സേവനം എന്ന നിലയിൽ കാണാനുമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സന്തോഷം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്.